ടൗണുകളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം കൂടി വരുന്നത് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. വീടുകളിൽ നായകളെ പോറ്റാൻ ലൈസൻസ് വേണമെന്നാണ് ചട്ടം. ഇതിനായി പ്രാദേശിക ഭരണകൂടങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ടൗണുകളിൽ നിത്യം അലയുന്ന ഉടമസ്ഥരില്ലാത്ത നായ്ക്കളെ വളർത്താൻ ആര് ലൈസൻസ് എടുക്കണം എന്നതാണ് ചെറുപുഴ ടൗണിലെ പ്രശ്നം. കടത്തിണ്ടകളിലും നടപ്പാതകളിലും സമീപത്തെ റോഡിലും നിത്യം അന്തേവാസികളായ നായ്ക്കൾ ചെറുപുഴയിൽ അലോസരമാകാൻ ഇടയുണ്ടെന്ന മുന്നറിയിപ്പാണ് നാട്ടുകാർ ഓർമ്മിപ്പിക്കുന്നത്. ഏതെങ്കിലും വീട്ടിലെ നായ്ക്കളല്ല ഇവിടങ്ങളിൽ സ്ഥിരവാസം ഉറപ്പിച്ചിരിക്കുന്നത് എന്നതാണ് വസ്തുത. കടകളിലെ അവശിഷ്ടങ്ങളും മറ്റും ഭക്ഷിച്ച് കഴിയുന്ന നായ്ക്കൾ അപകടകാരികളല്ല എന്ന് ചിലർ പറയുമ്പോൾ ഏത് സമയത്താണ് ഇവറ്റകൾ അപകടകാരികളാകുന്നത് എന്ന് പറയാനാകില്ല. പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാർക്ക് ശല്യമാവും വിധം ബസ് സ്റ്റാൻഡിനടുത്ത് നടപ്പാതകളിൽ കറങ്ങി നടക്കുന്ന നായ്ക്കളെ ടൗണിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വ്യാപാരികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് ആരോട് പറയും എന്നാണ് ഇവർ ചോദിക്കുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത നായ്ക്കളാണ് ഇവയെന്ന് ചിലർ പറയുമ്പോഴും ഇവയെ സംരക്ഷിക്കാൻ ആരെങ്കിലും മുതിരുമോ എന്നറിയില്ല. അഥവാ അപ്രതീക്ഷിതമായി ഏതെങ്കിലും സമയം ഇവറ്റകൾ അക്രമകാരികളായാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും എന്നതിനും ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ സംരക്ഷിക്കാനായാലും ഒഴിവാക്കാനായാലും ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത് പഞ്ചായത്ത് അധികൃതർ തന്നെയാണ്. നാട്ടുകാർക്കും ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കും ഇവ ശല്യമാകും എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകാനിടയില്ല. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.